ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത ചാനലിലെ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ എവിടെയാണ് സ്ഥലം എന്ന് പലർക്കും അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി പറയാം, നമ്മുടെ പടലിക്കാടുള്ള ബ്രിട്ടീഷ് പാലമാണ് കേട്ടോ. ഞാനും ശിവയും കൂടെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഒരു ആയുർവേദ ക്ലിനിക്കിലേക്ക് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ശരി ജസ്റ്റ് ഒന്ന് ഈ പാലത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പ് ഞാൻ 2-3 തവണ വന്നിട്ടുണ്ട്. ഞാൻ ശിവയും കൂടി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വേറെ സുഹൃത്തും കൂടി വന്നിട്ടുണ്ട്. പക്ഷെ അന്നത്തേക്കാൾ നിന്ന് മനോഹരമായ കാഴ്ച എന്താ വെച്ചാൽ ഈ കനാലിങ്ങനെ നിറഞ്ഞൊഴുകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് കനാല് നിറഞ്ഞൊഴുകുന്നുണ്ട്. പ്ലസ് ജലസേചന വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പുണ്ട്. ഇതിൻ്റെ താഴെയോടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ മലമ്പുഴ കൽപ്പാത്തി പുഴേൻ്റെയൊക്കെ കൈവരികളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പടലിക്കാട് അക്വഡേറ്റ് ബ്രിട്ടീഷ് പാലം. ഈ പാലത്തിൻ്റെ നടുവിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്, കണ്ടില്ലേ. നമുക്ക് അതങ്ങനെ ആ കനാലിലേക്ക് എത്തും. ഈ കനാൽ നമുക്ക് കൽമണ്ഡപം ആ ഭാഗം വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അണക്കെട്ടുനിന്ന് തുറന്നു വിടുന്നതാണ്. ശിവതിയെ കൂടെ വന്നോ? ഇവിടെയൊക്കെ കൈവരി പോയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഇവിടുത്തെ കൈവരിയൊക്കെ പോയതാണോ പൊട്ടിയതാണോ എന്താണെന്ന് അറിയില്ല, ഒന്നും കാണാനില്ല. പാലത്തിന് തന്നെ ബലക്ഷയം സംഭവിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതൊരു സംഭവം ഇത്രയും കാലം നമ്മുടെ ഇതിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതാണ്ടോ ഈ സൈഡൊക്കെ കൈവരി പോയിട്ടുണ്ട് കേട്ടോ ശിവ. ഇത് റിസ്ക് ആണല്ലോ ഇത്. നീ ഈ സൈഡ് ഇതിങ്ങനെ പിടിച്ച് നടക്ക്. പേടിയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, ഇങ്ങനെ പിടിച്ച് നടന്നോ. അപ്പോൾ സുഹൃത്തുക്കളാരെയും വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചില ഭാഗത്തൊക്കെ ഇതിൻ്റെ കൈവരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിങ്ങനെ കയറി നിന്നിങ്ങനെ കാണാനുള്ള ഓപ്ഷനൊക്കെ ഒന്ന് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കയറി നിന്നിട്ട് ഈ പുഴേൻ്റെ മനോഹാരിതയും കാണാതെ അവിടെ ഒരു കൊറ്റി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മറ്റേ എന്താണ് ആ കാക്കയുടെ പേര്? നല്ലൊരു വനപ്രദേശമാണ്, മല വനം. അതേപോലെ നീർക്കാക്ക അതാ അവിടെ ഇരിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ അറിയില്ല. കൊറ്റി അതാ മറന്നുപോയി. ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക, പക്ഷേ ഒന്നും നശിപ്പിക്കാതെ എല്ലാം കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോവുക. കാരണം ഇവിടെ പ്ലാസ്റ്റിക് ഇടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യരുത് ദയവ് ചെയ്ത്. കാരണം നല്ല വെള്ളമാണ്, നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വെള്ളമാണ്. നമ്മൾ കേടുവരുത്താൻ ഒരു നിമിഷം മതി. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കൈവരിയൊക്കെ ഇങ്ങനെ തീരെ പൊട്ടിപ്പോയതെന്ന് അറിഞ്ഞില്ല. കാലപ്പഴക്കം കൊണ്ടായിരിക്കാം. എന്നാലും കുഴപ്പമില്ല, ചില ഭാഗത്തേ കുഴപ്പമുള്ളൂ, ചില ഭാഗമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഇത് വലിയൊരു ലോങ് വീഡിയോ അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ കാണുന്നതിന് ഒരു ബോറടി തോന്നും. അങ്ങനെ പലരും ബ്ലോഗർമാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കാര്യം കുറേ ഒരു 9 മിനിറ്റ് 10 മിനിറ്റൊക്കെ വീഡിയോ ഇട്ടിട്ട് അതിങ്ങനെ ബോറടിപ്പിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ വ്യൂവേഴ്സിന് കാണുമ്പോൾ അത് ഷോർട്ട് വീഡിയോസ് ആയിരിക്കണം. അതേമാതിരി അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും അധികം, ഒരു 2-2.5 മിനിറ്റ്. അല്ലെങ്കിൽ ഇതിപ്പോൾ എത്രയായി? ഇത് 4 മിനിറ്റായി. അപ്പോൾ പരമാവധി ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആ റേഞ്ചേ വരുള്ളൂ എൻ്റെ വീഡിയോസ് എല്ലാം. ഓക്കെ, ഈ പാലം ഇത്തിരി നടന്ന് കാണിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ നടന്നിട്ട് കാണിക്കുന്നത്. അതിൻ്റെ എൻ്റെ എത്താറായി. അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് റോഡുകൾ പോകുന്നുണ്ട്, പക്ഷെ അതൊന്നും ഏതാ വഴിയൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഈ പാലം വന്ന് ഇതിൻ്റെ ഒരു ഭംഗിയും വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടില്ലേ. നല്ല ഒരു കുത്തി ഒഴുകുന്ന ഒരു സ്ഥലമാണത് കേട്ടോ. കുത്തി ഒഴുകുന്ന ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വരാം, ഈ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുക. ഈ പറഞ്ഞ മാതിരി സേഫ്റ്റി പ്രിക്കോഷൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അക്വഡേറ്റ്
ബ്രിട്ടീഷ് പാലം, കടലിക്കാട് അക്വഡേറ്റ് ബ്രിഡ്ജ്. അവിടെ മലമ്പുഴ ജലസേചന വകുപ്പിൻ്റെ ഒരു പൈപ്പ് പോകുന്നുണ്ട്, അതാ പോകുന്നുണ്ട്. ഒരു ചെറിയൊരു ബണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ എനിക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.